നമ്മളെ കടലിലുള്ള റൂൾസ് വെച്ചിട്ട് നോക്കുമ്പോൾ ഈ നമ്മളെ കപ്പലിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇവിടെ തന്നെ എഴുതിയത് കാണാം, ക്യാപ്റ്റൻസ് ഓഫീസ്. അത് കഴിഞ്ഞ് നമ്മൾ ഉള്ളോട്ട് കയറിയാൽ ഒരു കസേര ഇരുന്ന് ഓട്ടോമാറ്റിക്കലി കറങ്ങുന്നുണ്ട്, മണിച്ചിത്രതായ പോലെ. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമുണ്ട്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. ഇപ്പം ജസ്റ്റ് ബാത്റൂം ഒന്ന് കാണാം. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ശരത്ലാൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു 1-2 പേര് എന്നോട് ചോദിച്ചിരിക്കായിരുന്നു, ക്യാപ്റ്റൻ്റെ ക്യാബിൻ ഒന്ന് കാണിച്ചു തരാമെന്ന്, ക്യാപ്റ്റൻ്റെ റൂം, ഈ കപ്പലുള്ള എൻ്റെ റൂം ഒന്ന് കാണിച്ചു തരാമെന്ന്. അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പം ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ റൂമിനകത്താണ്. അപ്പോൾ എൻ്റെ റൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പ് നമ്മുടെ ബ്രിഡ്ജാണ്. അതായത് എവിടെ നിന്നാണോ നമ്മൾ ഷിപ്പ് നാവിഗേറ്റ് ചെയ്യുന്നത് അതാണ്. അതിന് തൊട്ട് താഴെയുള്ള ലെവലിലാണ് എൻ്റെ ഡെക്ക്, അതായത് ഡി ഡെക്ക് എന്ന് പറയുന്നു. അപ്പം തൊട്ട് താഴെയുള്ള ലെവലിൽ റൈറ്റ് സൈഡിലായിട്ടാണ് ഒരു ക്യാപ്റ്റൻ്റെ ക്യാബിൻ. നമ്മൾ എല്ലാ കപ്പലിലും റൈറ്റ് സൈഡിലാണ് കപ്പലിലെ ക്യാപ്റ്റൻ്റെ ക്യാബിൻ ഉണ്ടാവുക. പല കാരണങ്ങളും പലരും പറയുന്നുണ്ട്, പിന്നെ വലത് സൈഡിൽ നിന്ന് വരുന്ന കപ്പൽ കാണാൻ വേണ്ടിയിട്ടാണെന്നും അങ്ങനെ പല കാരണങ്ങളും. അപ്പം വലത് സൈഡിൽ നിന്ന് വരുന്നതെന്ന് പറഞ്ഞാൽ, വലത് സൈഡിൽ നിന്ന് വരുന്ന കപ്പല് നമ്മളെ കടലിലുള്ള റൂൾസ് വെച്ചിട്ട് നോക്കുമ്പോൾ ഈ നമ്മളെ കപ്പലിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു കാരണം പറയുന്നത്. എനിവേ, കടലിലെ റൂൾസിനെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്യാം. അപ്പം ഈ ഒരു കാര്യത്തിൽ നമ്മളിപ്പം എൻ്റെ കേബിനകത്താണ് ഞാനുള്ളത്. അപ്പം ഞാനൊന്ന് പുറത്തിറങ്ങിയിട്ട് ഞാൻ എൻ്റെ കേബിനകത്തേക്ക് വീണ്ടും കയറി വന്നിട്ട് എൻ്റെ കേബിനുള്ളത്, ഒരു ക്യാപ്റ്റൻ്റെ കേബിൻ എന്താണ്, ഒരു സെറ്റപ്പ് എങ്ങനെയാണ്, എത്ര റൂമുകളുണ്ട് ഉള്ളിൽ, പിന്നെ എന്തൊക്കെയാണ് സംവിധാനങ്ങളിൽ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം. അപ്പം വൺസ് അഗെയിൻ ഫസ്റ്റ് ഡേ ഞാൻ ബ്രിഡ്ജിലേക്ക് പോകുന്നില്ല, ജസ്റ്റ് കേബിൻ്റെ പുറത്ത് പോയിട്ടാണ് ഉള്ളോട്ട് വീണ്ടും വരാൻ പോകുന്നത്. അപ്പം ജസ്റ്റ് ആ ക്യാപ്റ്റൻ്റെ കേബിനിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഇത്ര വലിയ കേബിനായിരിക്കും, എന്താണ് സംഭവങ്ങൾ എന്നൊക്കെ അറിയണമെന്ന് ആകാംക്ഷയുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ സമർപ്പിക്കുന്നു. അപ്പോൾ ക്യാപ്റ്റൻ്റെ റൂമുള്ള ഫ്ലോറിലേക്ക് വന്നിരിക്കുകയാണ്. ഡി ഡെക്കാണ് കപ്പലിലുള്ള. ആ ഫ്ലോറിലെത്തി നമ്മൾ ബ്രിഡ്ജിൽ നിന്ന് ഒരു താഴേക്ക് ഒരു ഡെക്ക് താഴോട്ട് വന്നിട്ടാണ് നമ്മുടെ റൂം. അപ്പം വരുന്ന വഴിക്ക് ഇതാണ് ക്യാപ്റ്റൻ കേബിൻ. അതായത് നമുക്ക് ഇവിടെ തന്നെ എഴുതിയത് കാണാം, ക്യാപ്റ്റൻസ് ഓഫീസ്. പിന്നെ ഇവിടെ ഒരു ഡോർ കൂടി തന്നിട്ടുണ്ട്, ക്യാപ്റ്റൻസ് ഡേ റൂം. അതായത് നമുക്ക് 2 എൻട്രൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഓഫീസിൽ, ക്യാപ്റ്റൻ്റെ റൂമിലേക്ക് തന്നിരിക്കുന്നത്. പക്ഷെ നോർമലി ഡേ റൂം എപ്പോഴും ഉള്ളിൽ നിന്ന് ക്ലോസ് ചെയ്ത് വെക്കാറാണ്. എന്നിട്ട് നമ്മുടെ ക്യാപ്റ്റൻ ഓഫീസ് വഴിയാണ് നമ്മൾ ഉള്ളോട്ട് പോവുക. അപ്പോൾ കയറുമ്പോൾ തന്നെ നല്ലൊരു ഫേർണിച്ചർ അലങ്കാരപ്പണികളൊക്കെ ചെയ്ത് വെച്ച് കാണാം. അത് കഴിഞ്ഞ് നമ്മൾ ഉള്ളോട്ട് കയറിയാൽ ഒരു കസേര ഇരുന്ന് ഓട്ടോമാറ്റിക്കലി കറങ്ങുന്നുണ്ട്, മണിച്ചിത്രതായ പോലെ. അപ്പം ഉള്ളോട്ട് കയറി നമ്മുടെ ഓഫീസ് റൂമാണ്, ക്യാപ്റ്റൻ്റെ ഓഫീസ് റൂം. ഇതിൽ നമുക്ക് റൈറ്റ് സൈഡിൽ തന്നെ 2 ഗ്ലാസ് ഉണ്ട് പുറത്തോട്ട് കാണാൻ വേണ്ടിയിട്ട്. നോർമലി എന്താണെന്ന് വെച്ചാൽ ക്യാപ്റ്റനെ മുന്നോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഷിപ്പോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാനൊക്കെ വേണ്ടിയിട്ടാണ് മെയിൻ ക്ലോസ് ആയിട്ട് 2 ഗ്ലാസ്സിൽ തന്നിരിക്കുന്നത്. പിന്നെ ക്യാപ്റ്റൻ്റെ കമ്പ്യൂട്ടർ, റൂമിൽ തന്നിരിക്കുന്ന ഓഫീസ് റൂമിൽ ഒരു കമ്പ്യൂട്ടർ, സെറോക്സ് മെഷീൻ, പ്രിൻ്റർ, അങ്ങനെ കുറേ കാര്യങ്ങൾ, പിന്നെ ക്യാപ്സും കാര്യങ്ങളും ഒക്കെ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പുറത്തുള്ള തേർഡ് പാർട്ടി ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒരു മീറ്റിംഗ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ടേബിളും 1-2 ചെയർസും ഒക്കെയാണ് തന്നിരിക്കുന്നത്. പിന്നെ ഈ ഏരിയയിൽ, അതായത് ആഫ്റ്റ് സൈഡ്, പുറകിലെ സൈഡിലേക്ക് ഫുള്ളായിട്ട് കബോർഡ്സ് ആണ്. അതായത് ഷിപ്പിലുള്ള ബാക്കി എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങൾ, പിന്നെ ഫയൽസ് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ താഴെ നമ്മുടെ ഫുഡ് വെയർസ്, ഷൂവും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഏരിയ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ മറ്റൊരു ബൾക്കറ്റിലേക്ക്, റൂമിനകത്തുള്ള മറ്റൊരു ബൾക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ കുറച്ച് മാസ്കും കാര്യങ്ങളൊക്കെ. അതുകൂടാതെ ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമുണ്ട്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഷാമ്പെയിൻ പൊട്ടിച്ചതിൻ്റെ നെക്കാണ്. അതായത് ഈ കപ്പൽ ആദ്യമായിട്ട് യാർഡിൽ നിന്ന് പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ, കഴിയുന്ന ആ ഒരു പുറത്തോട്ട് ഇറങ്ങുന്ന ആ ഒരു റിലീസ് ആവുന്ന ദിവസത്തിൽ അവിടെ ഒരു ഷാമ്പെയിൻ പാർട്ടിയെല്ലാം നടക്കും. അതിലുണ്ടാകുന്ന ഫസ്റ്റ് ഷാമ്പെയിൻ പൊട്ടിക്കുമല്ലോ, അതിൻ്റെ നെക്ക് നല്ല അടിപൊളിയായിട്ട് ഇവിടെ ഒരു ബോക്സിലെല്ലാം ഫ്രെയിം ചെയ്ത് റൂമിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാപ്റ്റൻ്റെ ഓഫീസ് റൂമിൻ്റെ ഒരു വ്യൂ ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പം ഏകദേശം ഒരു ഐഡിയ കിട്ടിയാൽ എത്ര ഏരിയ ഉണ്ട് എന്നുള്ള കാര്യം. ഇവിടെയൊക്കെ കബോർഡ്സ് ആണ് ഒരുപാട്. കാരണം ക്യാപ്റ്റൻ മെയിൻലി ഡീലിംഗ് വിത്ത് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ആണല്ലോ, സർട്ടിഫിക്കേഷൻ, ഷിപ്പിൻ്റെ സർട്ടിഫിക്കേഷൻ ഒക്കെ ഇതിൽ പെടുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതാണ് മെയിനായിട്ട് നമ്മുടെ ഓഫീസ് റൂം. അപ്പം 1-2 സാറ്റലൈറ്റ് ഫോണും കാര്യങ്ങളൊക്കെ കാണാം ഇവിടെ. പിന്നെ ചെയർ ഇങ്ങനെ ഒറ്റയ്ക്ക് കറങ്ങി നടക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ചെറിയൊരു റഫ് വെതർ ഉണ്ട്, ചെറുതായിട്ട്, വലിയ തോന്നുന്നില്ല. അപ്പോൾ ആ ഒരു വെതറിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ചെയർ ഇങ്ങനെ ഒറ്റയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടക്കുന്നത്. അപ്പം ഇതാണ് എൻ്റെ ഓഫീസ് റൂം. അപ്പോൾ നമ്മുടെ ഓഫീസ് റൂം കഴിഞ്ഞു. ഇനി നമുക്ക് തിരിയാം നമ്മുടെ ഡേ റൂമിലേക്ക്. നമ്മൾ പുറത്തുനിന്നൊരു ഡോറ് കണ്ടിരുന്നു, ക്യാപ്റ്റൻസ് ഡേ റൂം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് ഡേ റൂം. ഡേ റൂമിൻ്റെ ഒരു ലോങ് വ്യൂ നമുക്ക് കാണാം. ദെൻ വിൽ എൻ്റർ. അപ്പം ഇതാണ് നമ്മുടെ ഡേ റൂം. അതായത് നമ്മുടെ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ട്രെയിനിൻ്റെ ഒരു കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് മറ്റൊരു കമ്പാർട്ട്മെൻറ്റിലേക്ക് വരുന്ന പോലെ മറ്റൊരു റൂം.
അപ്പം ഡേ റൂം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഡേ റൂം, അതായത് വെറുതെ ഇരിക്കുമ്പം നമുക്ക് എൻജോയ് ചെയ്യാൻ, ടൈം പാസ് ചെയ്യാനുള്ള ഒരു സ്ഥലമാണ് ഡേ റൂം. കുറച്ച് വാൾ പോസ്റ്റേഴ്സ് കാണാം, പിന്നെ ഒരു സാംസങ്ങിൻ്റെ TV, ഒരു സൗണ്ട് ബാർ, ഒരു ഹോം തിയേറ്റർ സിസ്റ്റം, പിന്നെ കുറച്ച് ചാർജറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഈ വാൾ പോസ്റ്റേഴ്സ് ഉണ്ട്, അതായത് ഈ ഫ്രെയിംസ് വെച്ചിരിക്കുന്ന ഫോട്ടോ ഫ്രെയിംസ് ഉണ്ട്. ഇതെല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വൈഫ് മുമ്പ് ഈ കപ്പലുണ്ടായിരുന്നപ്പോൾ വരച്ചത്. നട്ടാഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, നത്താഷയുടെ ഹസ്ബൻഡ്, അതായത് ഷാങ്കി, നത്താഷയുടെ ഹസ്ബൻഡ്. അവർ ഇവിടെ ഉണ്ടായിരുന്ന ടൈമിൽ വരച്ചതാണ്. പിന്നെ ഗുരുജിയുടെ ഒരു ഫോട്ടോ ഉണ്ട്, കാരണം ഞാൻ ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ഒരു ഫോളോ ചെയ്യുന്നുണ്ട്. ആർട്ട് ഓഫ് ലിവിങ് പിന്നെ സാധനം എല്ലാം ഡെയിലി ചെയ്ത് അറ്റ്ലീസ്റ്റ് ഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി നമുക്ക് എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ ഓരോരുത്തരോടും സെലക്ട് ചെയ്യല്ലോ. അപ്പോൾ ഞാനതിൽ ആർട്ട് ഓഫ് ലിവിങ് ആണ് സെലക്ട് ചെയ്ത് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഗുരുജിയുടെ ഫോട്ടോ ഉണ്ട്. അപ്പം പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മൾ പുറത്തുനിന്ന് കണ്ടിരുന്ന ഡോറ്. അപ്പോൾ ഈ ഡോറ് നമുക്കത് മുകളിൽ നോക്കാം, സർട്ടിഫൈഡ് 1%. ഈ ഡോറ് ഞാൻ ഇവിടെ നിന്ന് ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്, കാരണം അല്ലെങ്കിൽ എന്താ വെച്ചാൽ നേരിട്ട് ഇങ്ങോട്ട് ആൾക്കാർക്ക് കയറി വരാൻ പറ്റും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് ആയാലും ഓഫീസ് റൂമിലൂടെ ഉള്ളോട്ട് വരാം. അപ്പോൾ ഇവിടെ പിന്നെ ഇത് നല്ലൊരു സോഫ സെറ്റ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ലാപ്ടോപ്പ് അവിടെ തുറന്നിരിക്കുന്നുണ്ട്, 2 റിമോട്ട്, പിന്നെ കുറച്ച് പീനട്ട്സ്, പിന്നെ അത് ഇവിടെ കാലെല്ലാം വെച്ചിരിക്കാൻ വേണ്ടി നല്ലൊരു ഫുഡ് സ്റ്റാൻഡ് തന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഡേ റൂം. ഇവിടെ എവിടെ നോക്കിയാലും ഏത് റൂമിലും 2 ഫോണ് കാണാം. ഒന്ന് നമ്മൾ സാധാരണ കാണുന്ന പോലത്തെ ഒരു ഫോണും, രണ്ടാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാറ്ററി ഓപ്പറേറ്റഡ് ഫോണാണ്. ഇൻ കേസ് ഷിപ്പിൽ പവർ പോയാൽ ക്യാപ്റ്റന് അവൈലബിൾ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇനിയിപ്പം ബെഡ്റൂമിലായാലും ഡേ റൂമിലായാലും ഓഫീസ് റൂമിലായാലും ഈ ഒരു പച്ച കളറുള്ള ഫോൺ എന്ന് പറഞ്ഞാൽ ബാറ്ററി ഓപ്പറേറ്റഡാണ്. ജനറേറ്ററിന് വല്ലതും പറ്റിക്കഴിഞ്ഞാലും ഈ ഫോണിൽ നമുക്ക് ബന്ധപ്പെടാൻ പറ്റും ക്യാപ്റ്റനെ. അപ്പം അത് ക്യാപ്റ്റൻ, ചീഫ് എഞ്ചിനീയർ അങ്ങനെയുള്ള മെയിൻ ആയിട്ടുള്ള ലൊക്കേഷൻസിലാണ് അങ്ങനത്തെ ഫോൺ ഉണ്ടാവുക. അപ്പോൾ ഇതാണ് ഡേ റൂം. ഡേ റൂം ശരിക്കും വളരെ സ്പേഷ്യസ് ആണ്. പിന്നെ ഇവിടെ ഒരു യോഗ മാറ്റെല്ലാം, കാരണം നോർമലി നമ്മൾ യോഗയെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു യോഗ മാറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു അയൺ ബോക്സ്, കാര്യങ്ങൾ അത്രയാണ്. അപ്പം ഇതാണ് എൻ്റെ ഡേ റൂം. പിന്നെ ഒരു കാര്യം വിട്ടുപോയി, നമ്മുടെ AC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്, അതായത് ഒരു ട്രങ്കിങ്ങിലൂടെ വരുന്ന ഒരു AC ആണ്. ഇതിൻ്റെ മുകളിൽ 2 നോബെല്ലാം തന്നിട്ടുണ്ട്, നമുക്ക് ഫ്ലോ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, തണുപ്പ് കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ടുള്ള ഒരു 2 നോബാണ് തന്നിരിക്കുന്നത്. പിന്നെ ലൈറ്റ്സ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ലൈറ്റ്സിൻ്റെ സ്വിച്ചിൽ ഒന്നിലൊരു എന്ന് കാണിക്കുന്നത് കാണാം, ഒന്നൊരു നോർമലാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ കേസ് ഷിപ്പിലെ മെയിൻ ജനറേറ്റർ ട്രിപ്പായി കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എമർജൻസി ജനറേറ്റർ ഉണ്ട്. അപ്പോൾ എമർജൻസി ജനറേറ്ററിൻ്റെ ലോഡ് വെച്ച് വർക്ക് ചെയ്യാൻ പറ്റുന്ന ലൈറ്റാണ് ഈ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ആ ലൈറ്റിനടുത്തും ആ ഒരു എന്ന് പറഞ്ഞ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ലൈറ്റ് നമ്മൾ ഓഫ് ചെയ്യുകയാണെങ്കിൽ, ഇൻ കേസ് നമ്മളിപ്പോൾ ഇവിടെ നിന്നിട്ട് ഈ എന്ന് പറയുന്ന ലൈറ്റ് നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലൈറ്റ് മാത്രമേ പോകുന്നുള്ളൂ, ബാക്കിയുള്ള ലൈറ്റ്സ് സ്റ്റിൽ അവൈലബിൾ ആണ്. അതായത് എന്ന് പറയുന്നത് ആ ഒരു എമർജൻസി പവർ സപ്ലൈ ഉള്ള ലൈറ്റാണ്. അപ്പോൾ ഞാനത് വീണ്ടും ഇടുകയാണ്. അപ്പം ദാറ്റ് ഈസ് റിഗാർഡിങ് ലൈറ്റിങ്സ്. അപ്പം ഇതാണ് എൻ്റെ ഡേ റൂം. ഇനി നമുക്ക് പോകാം എൻ്റെ ബെഡ്റൂമിലേക്ക്. ബെഡ്റൂമിലൊരു ഡബിൾ സൈസ് ബെഡ് തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് നമ്മുടെ വാഷ്റൂം വരുന്നത്. പിന്നെ ഇവിടെ ബോയിലർ സൂട്ടും കാര്യങ്ങളൊക്കെ ഹാങ് ചെയ്യാനുള്ള കുറച്ച് സെറ്റപ്പ്. പിന്നെ ഇവിടെ ഒരു ഡ്രോവർ തന്നിരിക്കുന്നത്. ഇവിടെ ഒരു കുറച്ച് ചിത്രമെല്ലാം കാണാം. എന്ന് പറഞ്ഞാൽ ലൈഫ് ജാക്കറ്റും പിന്നെ ഒരു EEBD, ഇതൊരു ഗ്യാസ് കേരിയർ ആയതുകൊണ്ട് എല്ലാ കേബിനിലും ഒരു EBD, അതായത് ഇൻ കേസ് ഗ്യാസ് റിലീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ബോട്ടിൽ എയർ നിറച്ചിട്ടുള്ള ഒരു പ്രഷറൈസ്ഡ് ബോട്ടിൽ ഉണ്ടാവും. നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഇമേർഷൻ സ്യൂട്ട്, പിന്നെ ഇത് നമ്മുടെ ലൈഫ് ജാക്കറ്റ്, ഇതാണ് നമ്മുടെ EBD. ഇതൊരു ബോട്ടിലാണ്. ഈ ബോട്ടിലിനകത്ത് പ്രഷറൈസ്ഡ് ആയിട്ട് ബോട്ടിലാണ്. അപ്പോൾ പെട്ടെന്ന് ഗ്യാസ് റിലീസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഗ്യാസിനുള്ളിലൂടെ നമുക്ക് ഓടണം എന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഈ ഒരു ബോട്ടിലെടുത്ത് ഫേസ് മാസ്ക് പോലെ അണിഞ്ഞിട്ട് നമുക്ക് പോകാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു EBD തന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബെഡ്റൂമിൻ്റെ വ്യൂ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെയും സെയിം ബെഡ്റൂം നമുക്ക് മുന്നോട്ട് നോക്കിയാൽ കാണാൻ പറ്റും കപ്പൽ എങ്ങനെയാണ് പോകുന്നത്, കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത്. പിന്നെ ഇവിടെ നല്ലൊരു ഗണേശ്ജിയുടെ നല്ലൊരു പിക്ചർ വരച്ച് വെച്ചിട്ടുണ്ട്. ഒരു ധൈര്യമാണല്ലോ ഉറങ്ങുമ്പോൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. ഇപ്പം ബെഡ്റൂം നോക്കുകയാണെങ്കിൽ നേരെ ഇങ്ങനെ കാണാൻ പറ്റും കപ്പലിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വേറെ കപ്പലോ കാര്യമോ മറ്റോ വരുവാണെങ്കിൽ ആ കാര്യങ്ങളും എല്ലാം നമുക്ക് ബെഡ്റൂമിൽ നിന്നും വേണമെങ്കിൽ നോക്കി കാണാൻ പറ്റും. പക്ഷേ നോർമലി ഈ കർട്ടൻ താത്തിയാണ് ഇടുക, കാരണം വെയിലടിച്ച് റൂം ഹീറ്റ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ കുറച്ച് നമ്മുടെ അയൺ ബോക്സ് കാര്യങ്ങൾ, പിന്നെ കുറച്ച് നമ്മുടെ നോർമൽ ഡെയിലി റുട്ടീൻസ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വച്ചിരിക്കുന്നത്. പിന്നെ ഒരു പെട്ടി മിനറൽ വാട്ടർ വെച്ച് കാണാം, കാരണം കപ്പലിൽ നോർമലി നമ്മൾ മിനറൽ വാട്ടറാണ് കുടിക്കുക, അല്ലാതെ വെള്ളമുണ്ട് കപ്പലിൽ ടാങ്കിൽ തന്നെ. പക്ഷേ എന്നാലും പഴയ ഷിപ്പൊക്കെ ആണെങ്കിൽ നമ്മൾ മിനറൽ വാട്ടറാണ് പ്രിഫർ ചെയ്യുക. ഇറ്റ്സ് അപ്പ് ടു എവ്രി വൺ, ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പുറത്തുനിന്ന് വാങ്ങി കഴിക്കാം. മിനറൽ വാട്ടർ ആകുമ്പോൾ നമ്മൾ പൈസ കൊടുത്ത് മേടിച്ച് കുടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഫ്രഷ് വാട്ടർ ആകുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പം ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഇതാണ് നമ്മുടെ മാസ്റ്റേഴ്സിൻ്റെ ബാത്റൂം. ജസ്റ്റ് ബാത്റൂം ഒന്ന് കാണാം. ഒരു ഷവറും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ തന്നെ നോർമൽ ഒരു WC എല്ലാം.
ഇതാണ് വാഷ്റൂം. വലിയൊരു വാഷ്റൂം, അടിപൊളി വാഷ്റൂം ഒന്നുമല്ല. നോർമലി മാസ്റ്റേഴ്സ് വാഷ്റൂം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഒരു വലുതും ഒരു ബാത്ത് ടബൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഷിഫ്റ്റിൻ്റെ ഡിസൈൻ അത് മാറുകയാണ് ചെയ്യുക. അപ്പം ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഏകദേശം എങ്കിൽ ലേഔട്ട് എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടി കാണുന്നു വരുന്നു. അപ്പം അഗെയിൻ കമ്മിങ് ഔട്ട് ബെഡ്റൂമിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് പോവുകയാണ്. ഇവിടെ ഒരു അലാംസ് എല്ലാം തന്നിട്ടുണ്ട്. കാരണം ബ്രിഡ്ജിലൊക്കെ അലാം വന്നിട്ടുണ്ടെങ്കിൽ വരാനുള്ളതാണ്. എന്ത് അലാം വന്നാലും ഇവിടെയും വരും. പിന്നെ 1-2 ഫോൺ എല്ലായിടത്തും, ബെഡ്റൂമിലും ഡേ റൂമിലും എല്ലായിടത്തും ഫോണും തന്നിട്ടുണ്ട്. കാരണം മറ്റൊന്നല്ല, ക്യാപ്റ്റൻ ഇപ്പം റെസ്റ്റ് ചെയ്യുകയാണെങ്കിലും എവിടെയാണെങ്കിലും എമർജൻസിയിൽ വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് ഫോൺസും എല്ലായിടത്തും വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും ഡേ റൂമിൽ നമ്മൾ വീണ്ടും ഓഫീസ് റൂമിലെത്തി. കസേര എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതാണ് നമ്മുടെ ഒരു ക്യാപ്റ്റൻ്റെ റൂം. അപ്പം കപ്പലിലുള്ളൊരു ക്യാപ്റ്റൻ്റെ റൂം എത്രത്തോളം വലുതായിരിക്കും, എന്തെല്ലാം സൗകര്യങ്ങളായിരിക്കും തന്നിരിക്കുക എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പം നമ്മൾ എൻ്റെ കേബിൻ്റെ അകത്തൂടെ ഒരു ടൂർ അടിച്ചു. കേബിൽ എന്തൊക്കെയാണ് സംഭവങ്ങൾ, ഇൻക്ലൂഡിങ് നമ്മുടെ ഷിപ്പ് യാർഡ് ഡെലിവറി ആകുമ്പോൾ ഉള്ള ഷാമ്പെയിൻ നെക്ക് മുതൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. അപ്പം ഇതിൽ 1-2 കാര്യം പറഞ്ഞാൽ കേബിൻ ഫുൾ എ സി ആണ്. കേബിൻ എൻ്റെ മാത്രമല്ല, എല്ലാവരുടെ കേബിൻ എ സി ആയിരിക്കും. പിന്നെ അതുകൂടാതെ പിന്നെ അക്കോമഡേഷൻ്റെ പുറത്ത് ചോദിച്ചു, അക്കോമഡേഷൻ ഫുൾ ഏരിയ ഫുൾ എ സി ആണ്. അപ്പോൾ സ്പ്ലിറ്റ് എ സി അല്ല, സെൻട്രലൈസ്ഡ് എ സി ആണ്. അപ്പോൾ സെൻട്രലൈസ്ഡ് എ സി യൂണിറ്റിൽ നിന്ന് നമുക്ക് എല്ലാ കേബിനിലേക്കും ട്രങ്കിങ് കൊടുക്കുകയാണ് ചെയ്യുക. പിന്നെ കേബിനകത്ത് ഫ്രിഡ്ജ് കാര്യങ്ങൾ, പിന്നെ കമ്പ്യൂട്ടർ, TV കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു. അപ്പം ഇതാണ് നോർമലി ഒരു ക്യാപ്റ്റന്റെ കേബിൻ. അപ്പം ഇതിൽ ഇനിയിപ്പം പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയാനില്ല. അപ്പം ചെറിയൊരു വീഡിയോ ആണ്. അപ്പം ഓക്കെ, എന്നാൽ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.